വെൽക്കം ടു അമ്മച്ചി റോക്സ്. ഇതെൻ്റെ ചെറിയ ഗാർഡനാണ്. ഇത് ബഡ് റോസാണ്. അത് പല കളറിലുള്ളതുണ്ട്. എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. എല്ലാ കളേഴ്സും ഉണ്ട്. ഒരു 3-4 കളറ്. ഇതിൽ ബാക്കിയുള്ള കളേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയാ ഇത് ചെയ്തത്? ഇത് ഞങ്ങളിത് ഒരു പൈപ്പ് എടുത്തിട്ട് അത് ചെറുതായിട്ട് പ്ലാസ്റ്റിക് BBC പൈപ്പ് എടുത്തിട്ട് അത് ഒരു കമ്പി നല്ല പഠിപ്പിച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ച് പഠിപ്പിച്ച് അതിന് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ ഇത് വേറൊരു ഓരോരുത്തർ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്തോട്ട് ഇത് ചെടികൾ വെട്ടി എടുത്ത് വെച്ചു. ഇത് വേറൊരു വിധ ചെടി. ഇത് നല്ല സൂപ്പറാണ്. അമ്മച്ചിയെക്കാട്ടിലും നല്ല സൂപ്പറായിട്ടാണ് അമ്മച്ചിയുടെ ചെടി. പതുക്കെ അമ്മച്ചി തന്നെയാണ് ഈ ഫുൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു ഇത് ബന്ദിപ്പൂവ്. ഇതൊരു ഈ മുല്ലപ്പൂവിൻ്റെ ഒരു സൈസാണ്. ഇത് ചെമ്പരത്തി. ഹൈബ്രിഡ് ചെമ്പരത്തിയാ. പൊഴിഞ്ഞ് ഇത് വിരിയാൻ നിൽക്കുക. ഇത് വേറൊരു കളറ് ചെമ്പരത്തി തന്നെയാണ്. പിന്നെ ഈ ബഡ് റോസ് നല്ല സൂപ്പറാണല്ലോ. നല്ല വെരി നൈസ്. പിന്നെ പല കളറിലുള്ള റോസസ്. ഇതിനൊക്കെ എന്തോ അമ്മ വളം ഇടുന്നത്? ഞങ്ങൾ ഈ മുട്ടയുടെ തൊലിയും പിന്നെ ഈ സവാളയുടെ തോലും എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് അത് ഇതിനെ കൊണ്ടുവന്ന് വളമായിട്ടിടുക. ഓ, ഇപ്പൊ ഈ മരങ്ങളൊക്കെയോ അശോക ട്രീ ആണ്. അത് ഞങ്ങൾ വെച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. 4 വർഷമായി. ഇതും വേറെ ബന്ദിപ്പൂ തന്നെയായതും. പക്ഷെ ഇതെല്ലാം ഇപ്പം മഴ കാരണത്താലേ എല്ലാം ശരിക്കും അങ്ങോട്ട് മുട്ടുകൾ അധികം ഇല്ല. ഇതിന് അതേ വളമായിരുന്നു. ഇതും പിന്നെ ഈ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് ഇച്ചിരി ഇതെല്ലാം ഇട്ട് പിന്നെ എന്തുവാ മഞ്ഞപ്പൊടിയും ഇച്ചിരി അപ്പം സോഡയും ഇച്ചിരി വിനീഗറും ഒക്കെ ഒഴിച്ച് അതെല്ലാം കൂടെ കലർത്തി അതിനെല്ലാം ദിവസവും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു കാന്താരിക്കൊല്ലയാണ്. ഇതാണ് സൂപ്പർ. ഇതിൻ്റെ അമ്മച്ചി അച്ചാറിടാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നല്ലേ? അതെ. ദിവസം ഇത് എത്ര കിട്ടും അമ്മ? കിട്ടും ഒരു 100-150 ഗ്രാം കാന്താരി നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ആലോവേര. ഇതാണ് നമ്മുടെ മഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമില്ലേ? ഇവിടെ ഇരുന്നാണ് മഡ് ഇത് ചെയ്ത് ഓരോ തൊട്ടികളിൽ നിറച്ച് കൊണ്ടുവരുന്നത്. തൊട്ടികളിൽ നിറച്ച് ചാണകപ്പൊടിയും ആട്ടും പൊടിക്കയും എല്ലാം കൂടെ ഉണങ്ങിയ ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് കുഴച്ച് അതെല്ലാത്തിനും കുറേശ്ശെ തൂക്കി കൊടുക്കും. അമ്മച്ചിയുടെ ഗാർഡൻ എന്തായാലും അടിപൊളി ഗാർഡനാണ്. ഇതെങ്ങനെ പിടിച്ചിട്ട് ഇതൊരു ബേർഡ് ഹൗസ് മാതിരി ഉണ്ടാക്കിയിരിക്കും അല്ലേ? ബേർഡ്സിനെക്കാട്ടിലും കൂടുതൽ സ്ക്വിറിൽസ് ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന അണ്ണാൻ. ഓക്കെ, അമ്മച്ചിയുടെ ഗാർഡൻ നല്ല അടിപൊളി ഗാർഡനാണ്.